Matthew chapter 9 verse 21. അവന്റെ വസ്ത്രം മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞു. നാക്കുകൊണ്ടും പറയാൻ പറ്റും, ഉള്ളം കൊണ്ടും പറയാൻ പറ്റും. അവിടെ അകത്തത് അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവിടെ ഉള്ളം കൊണ്ട് അവൾ പറഞ്ഞത് പിന്നീട് അവൾ നാക്കുകൊണ്ട് പറഞ്ഞു. മർക്കോസ് 5:28, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. വാ കൊണ്ടൊന്ന് പറയാവോ ഞാൻ രക്ഷപ്പെടുമെന്ന്? അതരം കൊണ്ടൊന്ന് പറയാവോ ഞാൻ രക്ഷപ്പെടുമെന്ന്? വാ കൊണ്ടൊന്ന് പറയാവോ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്? വാക്കുകൾ സൃഷ്ടിക്കും. പറഞ്ഞേ, വാക്കുകൾ സൃഷ്ടിക്കും. മക്കളെ നോക്കി ഗതി പിടിക്കത്തില്ലെന്നും ഭാര്യയെ നോക്കി സമ്മാകത്തില്ലെന്നും ഇതെന്റെ വിധിയാണെന്നും എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനൊരു വിരാമം ദൈവം ഇടുകയാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷയിലും യേശു കർത്താവ് മിനിസ്റ്റർ ചെയ്തത് തന്റെ വാക്കുകളുടെ അധികാരത്തിലാണ്. ജോൺ ദി ബാപ്റ്റിസ്റ്റ് യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ, who is he? Is a sound. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കിത്, ശബ്ദമിത്, is a voice. അവനൊരു ശബ്ദമായിരുന്നു, ഒരു ശബ്ദമായിരുന്നു. ദൈവവചനം ഞാൻ പഠിക്കുമ്പോൾ എല്ലാ വിടുതലുകളുടെയും പിറകിൽ ഞാനൊരു ശബ്ദം കേൾക്കുന്നു. യെരിഹോ മതിലിന് ചുറ്റും ജോഷുവായും കൂട്ടരും ഒന്നിച്ചു നടക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ആ യെരിഹോ മതിൽ വീഴുന്നതിന് മുൻപ് ഒരു കാഹളം അവരൂതി. ആ കാഹള ശബ്ദത്തിന്റെ മുൻപിൽ ജെരിക്കോ നിലംപരിചായി. പാളയത്തിനകത്ത് ഗിദെയോൻ കാഹളമൂതി. പാളയത്തിൽ, ശത്രുപാളയത്തിൽ പാച്ചിൽ ആരംഭിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. ആദിമ സഭ ആരംഭിക്കുന്നതും ഇടിമുഴക്ക ശബ്ദത്തോടുകൂടെയാണ്. There is a voice. Hallelujah. ഇനി യേശു കർത്താവ് ഈ ഭൂമിയിൽ മടങ്ങി വരുമ്പോഴും ഒരു ശബ്ദം ഉണ്ടാക്കും ദൂതന്മാർ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. വോയിസ്. എല്ലാ വിടുതലുകളുടെയും മുൻപിൽ ഭൂമി തുടങ്ങിയ സമയത്ത് ഇതാ ഞാനൊരു ശബ്ദം കേൾക്കുന്നു, Let there be light, and there was light. ഈ ഭൂമിയുടെ അവസാനവും ഞാനൊരു ശബ്ദം കേൾക്കുന്നു. അത് കർത്താവ് താൻ ഗംഭീരനാഥവും പ്രധാന ദൂതന്റെ ശബ്ദവുമാണ്. ശബ്ദം. നിങ്ങളുടെ വാക്ക് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ വാ തുറക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ രാജഭൃത്യന്റെ മകനെ യേശു സൗഖ്യമാക്കുന്നത് കാണാം. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവന്റെ വാക്കിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവന്റെ വചനത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഏത് സമയത്താണോ യേശു വാ തുറന്ന് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്, ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറിയില്ല. ആ സെക്കൻഡിൽ ആ പൈതലിന്റെ മുകളിൽ അത്ഭുതം സംഭവിച്ചു. അധരങ്ങളെ തുറന്ന് നിന്റെ ജീവിതത്തെ നോക്കി, തലമുറയെ നോക്കി, ഭാര്യയെ നോക്കി, ഭർത്താവിനെ നോക്കി,
ബിസിനസിനെ നോക്കി, സാമ്പത്തിക മേഖലയെ നോക്കി, ശുശ്രൂഷയെ നോക്കി, നിന്നെ ദൈവമാക്കിയിരിക്കുന്ന സഭയെ നോക്കി, ദേശത്തെ നോക്കി നിന്റെ അധരങ്ങളെ തുറക്കാൻ തയ്യാറായാൽ, നിന്റെ വാക്കിനെ, നിന്റെ ശബ്ദത്തെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ദൈവദൂതന്മാരുണ്ട്.